ഞങ്ങൾ ഇരിങ്ങാലക്കുടക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അഭിമാന ഭാജനങ്ങളിൽ ഒരാളാണ് വിടവാങ്ങിയത്. നന്നേ ചെറുപ്രായം മുതൽ നാഷണൽ ഹൈസ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ മൃദംഗത്തിലും ലളിത സംഗീതത്തിലുമെല്ലാം സമ്മാനങ്ങൾ വാരിക്കൂട്ടി സ്കൂളിൻ്റെ അഭിമാനമായി മാറുകയും അധ്യാപകരുടെയും സഹൃദയ ലോകത്തിൻ്റെയും എല്ലാം ഓമനയായി മാറുകയും ചെയ്ത ശ്രീ ജയചന്ദ്രനെ ജയൻകുട്ടനായും ജയചന്ദ്രൻകുട്ടനായും ഒക്കെ കാണുന്ന മുതിർന്ന തലമുറ ഞങ്ങളോടൊപ്പമുണ്ട്. അതുപോലെ പിന്നാലെ വന്നവരൊക്കെ ജയേട്ടൻ എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത്. വളരെ ഇഴയെടുപ്പമുള്ള ബന്ധമാണ് അദ്ദേഹത്തിന് ഇരിങ്ങാലക്കുട എന്ന നാടിനോടുണ്ടായിരുന്നത്. എൻ്റെ നേതൃത്വത്തിൽ വർണ്ണക്കുട എന്ന ഇരിങ്ങാലക്കുടയുടെ നാട്ടുത്സവം ആദ്യം സംഘടിപ്പിച്ചപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് ജയചന്ദ്രിക എന്ന് പേര് കൊടുത്തുകൊണ്ട് ശ്രീ ജയചന്ദ്രനുള്ള സ്വീകരണമായിരുന്നു. അതിൽ ശ്രീ ജയചന്ദ്രൻ്റെ ഗാനങ്ങൾ നമ്മുടെ യുവതലമുറയിലെ ഗായകർ ആലപിച്ചു. ജയേട്ടനും ഒരു പാട്ട് പാടി. ജയരാജ് വാര്യരായിരുന്നു അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സംസാരിച്ചിരുന്നത്. എല്ലാവരും ഏറ്റവും സ്നേഹോഷ്മളമായ രീതിയിൽ ഏറ്റെടുത്ത ഒരു പരിപാടിയായിരുന്നു അത്. അതുപോലെ പിന്നീട് സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ വയോജനങ്ങളുടെ കർമ്മ മേഖലകളിൽ സജീവമായി നിൽക്കുന്ന വയോജനങ്ങൾക്കുള്ള ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരം ശ്രീ ജയചന്ദ്രന് നൽകുകയുണ്ടായി. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് വയസ്സൊന്നും ആയിട്ടില്ല, ഞാനിപ്പോഴും ചെറുപ്പാണെന്നാണ്. അതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് യാഥാർത്ഥ്യമായ കാര്യം. അദ്ദേഹം ഈ പ്രായത്തിലും പൊടിമീശ മുളയ്ക്കണ കാലം എന്നുള്ള വളരെ യൗവന തീക്ഷ്ണമായിട്ടുള്ള പാട്ട് ആലപിച്ചു. ആ സന്ദർഭത്തിലാണ് ഈ അവാർഡ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. ഇരിങ്ങാലക്കുടക്കാരനായ ആനന്ദ് മധുസൂദനൻ സംഗീതം ചെയ്ത ഒരു പാട്ടായിരുന്നു അത്. അപ്പോൾ വളരെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾ ഇത്ര ഭാവാർദ്രമായ നിലയിൽ പ്രണയഭാവങ്ങളെ ആവിഷ്കരിക്കാൻ, വൈകാരികതകളുടെ ആ നനുനനുത്ത ഷെയ്ഡ്സ് അവതരിപ്പിക്കാൻ ജയേട്ടനോളം കെൽപ്പുള്ള മറ്റൊരു ഗായകരും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. യേശുദാസൊക്കെ ഉണ്ട്, പ്രതിഭാശാലിയായ അനുഗ്രഹീത ശബ്ദമുള്ള യേശുദാസൊക്കെ ഉണ്ട്. പക്ഷേ വളരെ സവിശേഷമായിട്ടുള്ള ഒരു ഗാനാലാപന ശൈലിയായിരുന്നു ജയേട്ടൻ്റേത്. അത് വളരെ നൈസർഗികമായിട്ടുള്ള ഒരു ശൈലിയായിരുന്നു. വളരെ ലാഘവത്തോടു കൂടി അനർഗളം നിർഗളിക്കുന്ന തരത്തിലുള്ള ഒരു ഗാനാലാപന ശൈലിയാണ് അത് ഒരു വളരെ റിഗറസ് ആയിട്ടുള്ള ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല, ജന്മസിദ്ധമായിട്ടുള്ള ആ ഒരു ഗാനാലാപന ശൈലിയാണ് അദ്ദേഹത്തിന് വ്യതിരിക്തമായ വ്യക്തിത്വമായിട്ട് നമ്മുടെ മലയാള ഗാനശാഖയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് നിലനിർത്തുന്നത്. വളരെ മധുര മനോഹരമായിട്ടുള്ള നിലാവ് പോലെ നനുത്ത പാട്ടുകളാണ് അദ്ദേഹം പാടിയിട്ടുള്ളത്. അതൊക്കെ അമരമായിട്ട് സഹൃദയ കൈരളിയുടെ ഹൃദയത്തിൽ ജീവിക്കും.